സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകൾ അനധികൃതമായി +1 പ്രവേശനം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സ്വാസംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 2-ന് കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവേശനം നടത്തിയാൽ സ്കൂളുകൾക്ക് അംഗീകാരം നൽകുന്നതുപോലെ തന്നെ അത് റദ്ദാക്കാനുമുള്ള അധികാരവും പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ വിദ്യാഭ്യാസം കച്ചവടമാക്കി മാറ്റാമെന്ന് ആരും ചിന്തിക്കേണ്ടെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. MLAമാരായ H. സലാം, MS. അരുൺകുമാർ, ദലീമ ജോജോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആര്യട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് അംഗം R. റിയാസ്, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ്, ADM ആശാ C. എബ്രഹാം, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ RS ഷിബു, വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ EF ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, സജി ചെറിയാൻ, P. പ്രസാദ്, MPമാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരെ രക്ഷാധികാരികളായും പി ചിത്തരഞ്ജൻ MLA ചെയർമാനായും MLAമാരായ രമേശ് ചെന്നിത്തല, H. സലാം, U. പ്രതിഭ, MS. അരുൺകുമാർ, ദലീമ ജോജോ, തോമസ് K. തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ എന്നിവരെ വൈസ് ചെയർമാൻമാരായും വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. ജൂൺ മാസം 2-ാം തീയതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായിരിക്കും. എല്ലാ സ്കൂളുകളിലും സംസ്ഥാനതല ഉദ്ഘാടന പ്രക്ഷേപണം തത്സമയം പ്രദർശിപ്പിക്കുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷമായിരിക്കണം ജില്ലകളിൽ സ്കൂൾ തല പ്രവേശനോത്സവവും ജില്ലാതല പ്രവേശനോത്സവവും നടത്തേണ്ടത്. സ്കൂൾ പ്രവേശന നടപടികൾ സുഗമമായി പൂർത്തീകരിക്കേണ്ടതാണ്. പ്രവേശനോത്സവ പരിപാടികളിൽ വിപുലമായ രീതിയിൽ ജനകീയ ഘടകങ്ങളുമായി ആലോചിച്ച് സംഘടിപ്പിക്കേണ്ടതാണ്. കൃത്യസമയത്ത് തന്നെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. സ്കൂളിനെ ഒറ്റ യൂണിറ്റായി കണ്ട് പ്രവേശനോത്സവം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാൾ, ഹെഡ്മാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കേണ്ടതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ നേരത്തെയാണ്. സ്കൂൾ തുറക്കുന്ന ജൂൺ മാസം 1-ാം തീയതിയാണ് തുറക്കേണ്ടത്. അന്ന് അവധിയായിട്ട് 2-ാം തീയതി ആവുകയാണ്. ബാക്കി റിസൾട്ട് പ്രഖ്യാപിച്ചത് വളരെ നേരത്തെയാണ്. 9ാം ക്ലാസ് പരീക്ഷ പാസ്സായി 9ാം ക്ലാസ് പരീക്ഷ എഴുതി പുറത്തിറങ്ങിയപ്പോൾ തന്നെ 10ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകം കൊടുത്തു. ഇത് മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ പിന്നെ അത് പുതുക്കി കംപ്ലീറ്റ് മാറ്റി ഇറക്കുന്നത്. 3 കോടി പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്. അഡ്മിഷൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടും അനുവദിക്കുന്ന പ്രശ്നമില്ല. അനുവദിക്കൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധയപ്പെടണം. ഒന്നിൽ ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധയപ്പെടണം, അല്ലെങ്കിൽ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തലാണ്. +1ൻ്റെ അഡ്മിഷൻ എങ്ങനെ നടത്തണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവ് തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുണ്ട് ഗവൺമെൻറ് വേണ്ടി. അത് അൺഎയ്ഡഡിന് ബാധകമാണ്, എയ്ഡഡിന് ബാധകമാണ്, ഗവൺമെൻറ്റിന് ബാധകമാണ്. ഗവൺമെൻറ്റിന് ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു.